ചേട്ടാ ആ ഓട്ടോയില് പോയ പെണ്ണല്ലേ അവൾ എന്നാ ചോദിച്ചേ? ഞാനേ 500 പറഞ്ഞപ്പോ അവൾക്ക് 1000 വേണമെന്ന്. ഞാൻ 100 ഒക്കെ ഇച്ചിരി പോണ ആളാ. പിന്നല്ലേ ആ വന്നു മോനെ പടാ ചവിട്ടി പൊളിക്കണ്ട വരുവാ. ആ വന്നു ഇത് പൊളിക്കൂ. നല്ല പൂസാണല്ലോ. ശരിക്കും കേട്ടിട്ടുണ്ടല്ലേ? എങ്ങനെ ഇവിടെ എത്തി? കയ്യില് 10ന്റെ കാശ് ഒന്ന് അപ്പ തീർത്തണം. മേടിച്ച് കൂട്ടിയല്ലോ. അതെ, പുതിയ ഷർട്ട്, പുതിയ ജീൻസ്, പുതിയ ചെരുപ്പ്, ഷൂ എല്ലാം മേടിച്ചളിയാ. ചെത്ത് പയ്യനാവണ്ടേ? പിന്നെ അതേ കുപ്പി, അതിൽ പകുതി ഞാൻ തീർത്തു, പകുതി നിങ്ങൾക്കുള്ളതാ. ടച്ചിങ്സ് മേടിച്ചല്ലേ? സന്തോഷം. വന്ന ആഘോഷമാണല്ലോ അളിയാ. അതെ, എനിക്ക് മണ്ടതരം പറ്റി, അതിന്റെ ആഘോഷ. മണ്ടത്തരും തെളിച്ചു പറടാ. പറയാം. എന്നാ പറയാമേ. ഞാൻ സ്നേഹിച്ച എന്റെ കാമുകി അവളുടെ മുമ്പിൽ ലുക്ക് വേണ്ടേ? വേണ്ടേ? വേണം. അവളുടെ സ്നേഹം കിട്ടാൻ 3000 രൂപയുടെ സാധനങ്ങൾ, പാന്റ്, ഷർട്ട്, ഷഡ്ഡി എല്ലാം. ഇതെല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോഴാ അളിയാ ഞാൻ അറിയുന്നേ, അവളുടെ കൂടെ ഒരു രാത്രി കിടക്കാൻ വെറും 1000 രൂപയുള്ളൂന്നേ. എന്റെ 3000 ഞാനാരായി? ഞാനാരായി? മണ്ടൻ, അരമണ്ടൻ. അതിന്റെ ആഘോഷളിയത്. നീ എന്നെ പറയുന്നേ സത്യമാണോ? തെളിയാ അവള് ളിയാ, അവളെ അല്ലേ ഞാൻ സ്നേഹിച്ചു. സ്നേഹിച്ച മഹാൻ, സ്നേഹിച്ച മഹാൻ. നീ പറയുന്ന ഉള്ളതാണ്. പിന്നല്ലാതെ 1000 രൂപ പറഞ്ഞവരുടെ കൂടെ അവള് ഓട്ടോ കയറുമ്പോ ഞാൻ എന്നെ കണ്ടോണ്ട് കണ്ടതാണ്. പോട്ടടാ, ഇതിലിപ്പോ ഇത്ര ഫീൽ ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല. ഇയാള് തമ്മിൽ പ്രേമൊന്നും ഇല്ലായിരുന്നല്ലോ. വല്ലപ്പോഴും ഒന്ന് ചിരിച്ചു കാണിക്കും, നമ്മളൊന്ന് മുട്ടു നോക്കി, അത്രേ ഉള്ളൂ. പിടിച്ചു ആകെ നാശകോടാലിയാക്കി. ഇതിനാണ് പിള്ളേർ ചെറുപ്പം തൊട്ടേ ലൈൻ അടിച്ചും പൊട്ടിച്ചും വളരണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരെണ്ണം പൊട്ടുമ്പോഴേക്കും വെള്ളവടിയായി, ആത്മഹത്യയായി. അല്ല ഇനി എന്ത് ചെയ്യും? എന്ത് കുറെ ദിവസം ഇങ്ങനെ പോവും, കഴിയുമ്പോ തന്നെ ലെവലായിക്കോളൂ.
ഇത് ഇപ്പോഴെങ്കിലും അറിഞ്ഞാൽ നന്നായി. അതെ, 1000 രൂപ കിട്ടുന്ന സാധനത്തിന് 3000 മുടക്കിട്ട് വന്ന മണ്ടൻ. അല്ല, അവൻ നേരം വിളിപ്പിച്ചു, നമുക്ക് വിളിപ്പിക്കണ്ടേ? ഒഴിച്ചുണ്ടോ? ആളാവൂ. കലാസ്നേഹികളെ, ഇത് പ്രണയിച്ച ഒരു പാവം പൊറോട്ട അടിക്കാരന്റെ കഥന കഥ. കഥയുടെ പേര് വെടിമരുന്ന് മടുക്കുന്ന പൊറോട്ട. ശരി. അവിടെന്താ? ചേട്ടാ, ചേട്ടാ എന്താ പ്രശ്നം? നമ്മുടെ മുസ്തഫക്കയുടെ ഡ്യൂട്ടി പേക്കടേന്നേ 3-4 അന്യ സംസ്ഥാനക്കാരിയായിരുന്നു മൊബൈൽ അടിച്ചു മാറ്റി. ഇക്ക് കൈയോടെ നോക്കി, പക്ഷെ അവന്മാരോടി ഇക്കേം പിള്ളേരും പറയാനുണ്ട് കിട്ടിയ അവന്മാർക്കൊന്ന് കോളാ. അത് എന്ത് വില? ഏത് ഇതോ? അല്ല, അപ്പുറത്ത് നോക്കട്ടെ. ഇവനൊരു വരത്തനാന്നല്ലോ. ഇതാണെങ്കിൽ 350 രൂപ ഉള്ളൂ. കൊറിയനാ, ബായ് നോക്ക്. അവരുടെ കൂടെയുള്ള ആളാന്നോ ഇവൻ? ഇത് അതിലും വില കുറവാ. എത്രയാ വില? 250. കുറച്ചു ദിവസമായിട്ട് വൈകിയാണല്ലോ വരുന്നത്. അത് പിന്നെ ഒരു ആശുപത്രി കേസ് ഉണ്ടായിരുന്നേ, അതുകൊണ്ടാ. ഇനി വൈകത്തില്ല, കൃത്യസമയത്ത് തന്നെ എത്തിക്കോളാം. വാക്ക് പാലിച്ചാ മതിയായിരുന്നു. ഓ, കൂളിംഗ് ഗ്ലാസ് 4-നാന്നോ? ഹേ, ഫോറിനൊന്നും അല്ല. ഫുട്പാത്തില് ചൈനീസ് സാധനങ്ങൾ വെക്കുന്ന സുഖുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. 150 രൂപയായി. പക്ഷെ നല്ല ലുക്കല്ലേ? പിന്നെ ഇതിനിടയ്ക്ക് പള്ളിയിലൊക്കെ പോവാൻ എങ്ങനെയാ സമയം കിട്ടുന്നേ? പള്ളിയിലും? ഓ, പള്ളി അങ്ങനെ പള്ളിയിൽ പോകാറൊന്നുമില്ല. പിന്നെ രാവിലെ ശില്പയെ കൂട്ടാൻ വരുമ്പോ തങ്കച്ചമ്പാസറുടെ വായിന്ന് കേൾക്കുന്ന സുവിശേഷം മാത്രമേ ഉള്ളൂ. ഒരു ചുവന്ന കളറിൽ ഷർട്ട് എടുക്കാൻ മേലായിരുന്നോ? ചുവപ്പോ? അതെന്നെ, ചുവപ്പ് നന്നായിട്ട് ചേരും. എടുക്കാം, ചുവപ്പ് കളർ എടുക്കാം. ബൈ. അപ്പൊ റെഡ് ഷർട്ട് ഇട്ടേച്ച് വരികയല്ലേ? ഹലോ, ആ ചുവന്ന ഷർട്ട് ഇട്ടിട്ട് വരികയല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ആ ശരി, ഞാൻ ക്ലാസ് ചെന്നിട്ട് വിളിക്കാം. നീ നോട്ടം പോകുന്നില്ലേ? ഉണ്ട് പാസ്റ്റർ. ഞാൻ വിചാരിച്ചു നീ വല്ല പ്രച്ഛന്ന വേഷം എടുത്തിട്ടും പോയിരിക്കും. ഈ വന്ന നാട്ടുകാരെ കൊണ്ട് എന്റെ തന്തയ്ക്ക് വിളിപ്പിക്കും. യൂണിഫോം ഇടറാ. അത് ശരി. ഡ്രൈവറുടെ സീറ്റിന് കാക്കി ഷർട്ട് ഇടണമെന്നാണോ ഡ്രൈവർ കാക്കി ഷർട്ട് ഇടണമെന്നാണോ നിയമം? എന്റെ പൊന്നാമ്പ്രോസേ, ഒന്നാമത്തെ ഓട്ടം കുറവാ. അതിനിടയ്ക്ക് നീ ഈ കോലത്തിൽ ഓട്ടോ ഓടിക്കുകയും കൂടെ ചെയ്താ പേടിച്ച് നാട്ടുകാരനകത്തിട്ട് കയറുവാടാ. ആരായി ഡ്രസ് മേടിച്ചേ? ഞാൻ തന്നെയാ. നീയാ? പ്രൈസ് ദി ലോർഡ്. പപ്പ, ഞാൻ പോവാന്ന് കേട്ടോ. ആ, ചോമ്പ് നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഒരു കലത്തിന്റെ കൂടെ കുറവുണ്ടായിരുന്നു. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്ത് പാടത്ത് നിർത്താമായിരുന്നു. അതെ, വീട്ടിലായിരുന്ന കൊണ്ടാണോ ഷർട്ട് നല്ലതാന്ന് പറയാഞ്ഞേ? എന്നാന്ന്? അല്ല, ഷർട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഏത് ഷർട്ട്? ഈ ചുവന്ന ഷർട്ട്. ഓ, അതോ? ഞാൻ പറഞ്ഞല്ലോ പാടത്ത് കൊണ്ടുപോയി കോലായിട്ട് വെക്കാൻ കൊള്ളാമെന്ന്. ഓ, തമാശ. എന്നാ തമാശ? ഞാൻ ഉള്ള കാര്യമാ പറഞ്ഞ്. തലയ്ക്ക് വെളിവുള്ള ആരെയും ഇങ്ങനത്തെ ഡ്രസ് ഇടുവോ? അപ്പൊ ഇന്നലെ പറഞ്ഞതോ ചുവപ്പ് കളർ എനിക്ക് നന്നായിട്ട് ചേരുമെന്ന്? എന്നാന്ന്? തനിക്ക് ചുവപ്പ് കളർ ചേരുമെന്ന് ഞാൻ പറഞ്ഞുന്നോ? തനിക്ക് എന്നാ വട്ടാന്നോ? ഓ, ഓർമ്മയില്ല അല്ലെ? ഇന്നലെ രാവിലെ ഇതുപോലെ പോകുമ്പോ എന്റെ കൂളിംഗ് ഗ്ലാസ് നന്നായിട്ടുണ്ടെന്നും ചുവപ്പ് കളർ എനിക്ക് നന്നായിട്ട് ചേരുമെന്നും ശില്പയാ പറഞ്ഞത്. ഞാനോ? ആ,
ഓ അംബ്രോസേ, ആ, അത് ഇയാളോട് അല്ലായിരുന്നു. പിന്നെ എന്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചതാ ബ്ലൂടൂത്ത് വഴി. ഐ എം സോറി. ഫ്രണ്ടിനോടോ? പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് എന്നെ പൊട്ടനാക്കും അല്ലേ? ഓ തനിക്ക് ബോധമില്ലേ? ഞാൻ സംസാരിച്ച തന്നോടല്ലായിരുന്നു, എന്റെ ഒരു ഫ്രണ്ടിനോടായിരുന്നു. ചുമ്മാ ഷർട്ട് കൊള്ളാം, ഗ്ലാസ് കൊള്ളാം എന്നൊക്കെ പറയാൻ എനിക്ക് വട്ടില്ല. യൂസ്ലെസ് ഫെല്ലോ. ഇതാ ബ്ലൂടൂത്ത്. ഇത് ചെവിയിൽ വെച്ച് എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന ഇയാള് കേട്ടത്. അല്ലാതെ തന്നോട് കിന്നാരം പറഞ്ഞോണ്ടിരിക്കാൻ ഞാൻ തന്റെ കാമുകിയൊന്നുമല്ലല്ലോ. ഓരോ വിഡ്ഢിവേഷം കിട്ടി ഇറങ്ങിക്കോളൂ. അല്ല പിന്നെ ആരാ? പാപ്പൻ സാറെ കാണാൻ വന്നാ. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ആ. വെയിറ്റ് ചെയ്യ്. ഓ പ്രശ്നങ്ങൾ പറയാം ചുരുങ്ങിയ വാക്കുകളിൽ. ദീർഘഭാഷണങ്ങൾ എനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എന്താ താമസം? പ്രശ്നം പ്രേമാന്നേ. പെൺകുട്ടിക്ക് ഇവനോട് ഇഷ്ടം അങ്ങ് തോന്നണം. ഇതിപ്പോൾ ഒരു ചീട് പ്രണയ വിഷയമാണല്ലോ. പഴയ സിനിമകളിൽ നിന്ന് ടെക്നിക്കുകൾ അടിച്ചു മാറ്റാം. ഇംഗ്ലീഷ്, കൊറിയൻ, ചൈനീസ്, തായ് സിനിമകളിലാണെങ്കിൽ റേറ്റ് കൂടും. കൂതറ മലയാള സിനിമയിലെ ടെക്നിക്കുകളാണെങ്കിൽ റേറ്റ് കുറയും. ഏത് വേണം? Which do you want? മലയാളം മതി. മതി. Poor മലയാളം. ചീറോ ചീറോ ചവൻ. നായികയ്ക്ക് നായകനോട് പ്രേമം തോന്നണം. 80-90 കാലഘട്ടം മലയാള സിനിമ ചീപ്പ് റേറ്റ് ആണ്. മോൾ തന്ത്രം മതി. യെസ് ബോസ്. Of course. ബോസ്, നായികയെ അപ്രതീക്ഷിതമായി ആക്രമിക്കുന്ന വില്ലൻ, നായികയെ രക്ഷിക്കാൻ വില്ലനെ നേരിടുന്ന നായകൻ, വില്ലൻ പരാജയപ്പെടുന്നു. അപ്പോൾ നായികയ്ക്ക് നായകനോട് പ്രേമം, ആരാധന. പെൺകുട്ടികളെ വളയ്ക്കാൻ ഒരു കാലത്ത് സജീവമായി ഉപയോഗിച്ചിരുന്ന ടെക്നിക്കാണിത്. ഇപ്പോൾ ആരും ഇത് ഉപയോഗിക്കുന്നില്ല ബോസ്. ഗുഡ്, വെരി വെരി ഗുഡ്. പിന്നെ 5000 ക്യാഷ്, ആളുടെ പേര്, സ്വഭാവം, തൊഴിൽ, പിന്നെ സഞ്ചരിക്കുന്ന വഴി, കൃത്യം നടത്തേണ്ട ദിവസം ഒക്കെ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്ത് രസീത് വാങ്ങണം. നിങ്ങൾ എന്ത് ചെയ്യണമെന്നും ഞങ്ങൾ എന്ത് ചെയ്യണമെന്നും അവിടെ നിന്ന് പറയും. എവിടെ? ദാ അവിടെ. Look. നീ എന്തെങ്കിലും നുണ പറഞ്ഞ് അവിടെയും കൊണ്ട് ചന്തമുക്ക് വഴി വരിക. അവിടെ ആലമ്മൂട് വളവിൽ നമ്മുടെ ആളുകൾ ഒരു വെള്ള ഓമിനിയിൽ കാത്തുകിടക്കും. ഓട്ടോക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് വണ്ടി അവിടെ നിർത്തുക. ഓടിച്ചൂടെ. എന്നാ പറ്റി? അറിയില്ല, എന്താന്ന് നോക്കട്ടെ. ഓ വണ്ടി നമ്പർ K7G666. നമ്മൾ നിയോഗിക്കുന്ന ഒരു വിശ്വസ്തൻ ഈ സമയം അവളുടെ കയ്യിലുള്ള ബാഗോ സഞ്ചോ എന്താണെന്ന് വെച്ചാൽ തട്ടിയെടുത്തോടാൻ ശ്രമിക്കും. ഞാൻ തന്നോട് അപ്പഴേ പറഞ്ഞതല്ലേ ഈ വഴി കൂടി വരണ്ടാന്ന്. അതെങ്ങനാ പറഞ്ഞാ കേക്കണ്ടേ? നന്നാക്കാൻ പോലും ഈ ഭാഗത്ത് ആരും കിട്ടുകയല്ല. നാശം പിടിക്കാനായിട്ട് അവനെ തല്ലി തോൽപ്പിക്കുന്നതായി കാണിച്ച ബാഗ് തിരിച്ചെടുത്ത് അവളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുക. ഓക്കേ? എന്തു പറ്റി? അറിയില്ല, വണ്ടി ഓഫായി പോയി. പാസഞ്ചർ ആണോ? പാസഞ്ചർ ആണോന്ന് കിട്ടിപ്പോയി. ഞാൻ തരികയില്ല. ഇന്ന് അവളുടെ മുമ്പിൽ സ്റ്റാറാണ്. വിടാൻ. വേഗം വാടാ. കൊന്നല്ലേ. അവളെ കാണരുത്.